ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ പല കുട്ടികളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് എക്സാമിന് സമയമാകുമ്പോൾ രാവും പകലും ഇല്ലാതെ പഠിക്കുന്നുണ്ടാകും. വീണ്ടും അതേ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് അവർ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ബുക്കിന് വേണ്ടിയിട്ടല്ല അവരുടെ പഠിപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ പലപ്പോഴും റിസൾട്ട് വരുന്ന സമയത്ത് അവരുടെ ആ കഷ്ടപ്പാടിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ടല്ല പലപ്പോഴും പലർക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡീമോട്ടിവേറ്റ് ആയി പോകും. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ലല്ലോ, എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്ന കാര്യമുണ്ട്. ഇപ്പം മിസ്സിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല, എന്തുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിന് ഒരു സൊല്യൂഷൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങളൊരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ റിവിഷൻ നടത്തുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാംസിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ പറയും. കാരണം പൊതുവെ എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് റിവിഷൻ ആണെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഠിച്ചു വെച്ച കാര്യങ്ങളെ വീണ്ടും അതേ രീതിയിൽ തന്നെ എടുത്ത് പഠിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ 1ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ 2ാം ക്ലാസ്സിലാണ് കൊണ്ടിരുത്തേണ്ടത്. അല്ലാതെ വീണ്ടും 1ാം ക്ലാസ് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? എന്താ പൊട്ടനാണോ, എന്ത് പൊട്ടത്തടി ചെയ്യണം? 1ാം ക്ലാസ് പഠിച്ച കുട്ടീനെ വീണ്ടും 1ലാണോ കൊണ്ടിരുത്തുന്നത്? 2ലിരുത്തിയാലല്ല ആ കുട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, ആ കുട്ടി വളരുള്ളൂ അല്ലേ? ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ പഠിച്ചു വെച്ച സബ്ജക്റ്റിനെ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് അതേ രീതിയിൽ വീണ്ടും എടുത്ത് റിവിഷൻ ആണോ എന്ന് പറഞ്ഞ് പഠിക്കുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങൾ വെറുതെ എഫേർട്ട് ഇടുകയാണ്, നിങ്ങൾ സമയം വെറുതെ കളയാണ്. അങ്ങനെ കളഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് തിയറി പേപ്പറാണ്, അത് നിങ്ങൾ ഓൾറെഡി വായിച്ചു പഠിച്ചു. എന്നിട്ട് റിവിഷൻ അല്ലെ എക്സാമിന് എടുക്കുന്ന സമയത്ത് വീണ്ടും ആ പഠിച്ച സാധനം അതന്നെ എടുത്ത് വീണ്ടും ഇങ്ങനെ വായിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. നിങ്ങൾ വെറുതെ വായിച്ചു പോവുക, അത്ര തന്നെ ഉള്ളൂ. വെറുതെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നലുണ്ടാവും, പക്ഷെ റിസൾട്ട് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ട് പലർക്കും ഇപ്പോഴും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? എഫക്റ്റീവായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് റിവൈസ് ചെയ്യുക ചെയ്യുന്നത്. എങ്ങനെ എഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുക? നിങ്ങൾ പഠിച്ച ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം, അതും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ടാവും, ഗൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈഡിൻ്റെ ബാക്കിലുണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് പോരാ, അത്രയും പ്രാക്ടീസ് ചെയ്താൽ പോരാ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, PYQs റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോയാലും, ഇനിയിപ്പോൾ നിങ്ങളുടെ ഓൺ എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം എഴുതാൻ വേണ്ടി പോയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ PYQs കണ്ടെത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും? PYQs, ഇപ്പോൾ PYQs ഏത് സൈറ്റിൽ കയറണം, എത്ര വർഷം വരെയുള്ള PYQs ഞാൻ എടുക്കണം, ഏതാണ് ഞാൻ റെഫർ ചെയ്യേണ്ടത്, എക്സാംസ് ഞാനിപ്പോൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, ഞാൻ സെൽഫായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് എക്സാം നടത്തുക, ഇപ്പം ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ഇട്ട് ഞാൻ തന്നെ ആൻസർ ചെയ്യുക, എങ്ങനെയാണെന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ അങ്ങനെയുള്ള നിങ്ങളുടെ പ്രോപ്പർ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് റിവിഷൻ നടത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചിലുള്ള നമ്മുടെ ചാപ്റ്റർ വൈസ് എക്സാംസും ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകളും PYQ സൊല്യൂഷൻസും മോഡൽ എക്സാംസും എന്നൊക്കെ പറയുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ബാച്ചിലുള്ളൊരു കുട്ടി, ആ കുട്ടി ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു വർഷത്തെ പ്ലാൻ അനുസരിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ പഠിച്ച് വെച്ച കാര്യത്തെ എങ്ങനെയാണ് നമ്മൾ ആ കുട്ടീനെ റിവൈസ് ചെയ്യിക്കുന്നത്? ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിയുമ്പോൾ ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ കൊടുക്കും, ക്വസ്റ്റ്യൻസ് ആണ് വർക്ക് ഷീറ്റിൽ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തും. ഓക്കെ, പിന്നെ നിങ്ങളുടെ മോഡൽ എക്സാംസിന് അല്ലെങ്കിൽ ഓൺ എക്സാമിന് മുൻപായിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ PYQ ഡിസ്കഷൻസ് നടത്തും, PYQ സൊല്യൂഷൻസ് നടത്തും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പഠിച്ച ഒരു കാര്യത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ആ കാര്യത്തിൽ പ്രോ ആയിക്കോളും. ഇങ്ങനെ പ്രോബ്ലംസും എക്സാംസും അറ്റൻഡ് ചെയ്ത് ഏത് രീതിയിലുള്ള എക്സാംസ് വന്നാലും കൂളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് എഫക്റ്റീവായിട്ടൊരു റിവിഷൻ എന്ന് പറയാനേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മിസ്സിന് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് പലർക്കും എഫേർട്ട് ഇട്ടിട്ട് ഇപ്പോഴും മാർക്ക് കിട്ടുന്നില്ല എന്നൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ഇടുന്ന എഫേർട്ട് വെറുതെ എവിടെയോ എന്തോ എഫേർട്ട് ഇടുന്ന പോലെ ആവരുത്. അതിന് നിങ്ങളൊരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഞാനിങ്ങനെ പഠിക്കുന്നു പക്ഷെ മാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സൊല്യൂഷൻസ് എന്താണോ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, ഇത്രയും മിസ്സിന് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, അപ്പോൾ പഠിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്രോപ്പറായിട്ടൊരു റിവിഷന് വേണ്ടിയിട്ട് മിസ് പറഞ്ഞ പോലെ ഇത്തരം ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് 4999 ആണ് ഫീസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന സ്ട്രിപ്പിൽ നമ്പർ പോകുന്നുണ്ടാവും. ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ലോക്ക് ചെയ്യുക. ക്ലാസ് നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങുക. അങ്ങനെയാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന പോലെ ഉണ്ടാവില്ല. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്.